ഇപ്പോൾ എൻ്റെ ഹെയറിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് എന്തായാലും മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇപ്പോൾ അത്യാവശ്യത്തിന് ചുരുണ്ടിട്ടാണ് ഹെയർ ഇരിക്കുന്നത്. എത്രത്തോളം ഇതിൽ ചേഞ്ച് വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ലൈവ് റിസൾട്ട് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കേണ്ടത് കാര്യങ്ങളൊക്കെ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഈ ഒരു ഐറ്റം മാത്രം മതി കേട്ടോ. നമുക്ക് നമ്മുടെ ഹെയർ നല്ല അടിപൊളിയായിട്ട് വളർത്താനും സ്മൂത്ത് ആയിരിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു ഐറ്റം മാത്രം മതി. അപ്പോൾ ഇതൊരു വൈറലായിട്ടുള്ള ഒരു പാക്കും കൂടിയാണ് കേട്ടോ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഹെയർ നല്ല അടിപൊളിയായിട്ട് വളരാൻ വേണ്ടിയിട്ടും നല്ല സ്മൂത്ത് ആയിരിക്കാൻ വേണ്ടിയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ള ഒരു പാക്കിന്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും. നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റം വന്നിട്ട് നമ്മുടെ വെണ്ടയ്ക്കയാണ് കേട്ടോ. ലേഡീസ് ഫിംഗർ ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മുടെ ഹെയർ നല്ല സ്മൂത്ത് ആയിരിക്കാൻ വേണ്ടിയിട്ടും സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഹെയർ ഗ്രോത്തിനും ഒക്കെയാണ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത് ഈ ലേഡീസ് ഫിംഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഹെയർ ചുരുണ്ട മുടിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അതേപോലെ തന്നെ നല്ല ഫ്രിസി ഹെയർ ഉള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ. നല്ല ഡ്രൈ ഹെയർ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണിത്. ഇപ്പോൾ എൻ്റെ ഹെയറിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് എന്തായാലും മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇപ്പോൾ അത്യാവശ്യത്തിന് ചുരുണ്ടിട്ടാണ് ഹെയർ ഇരിക്കുന്നത്. കണ്ടില്ലേ, അത്യാവശ്യത്തിന് ചുരുണ്ടിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് എത്രത്തോളം ഇതിൽ ചേഞ്ച് വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ലൈവ് റിസൾട്ട് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ സംഭവം ഞാനിവിടെ റെഡിയാക്കി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഐറ്റം, കണ്ടില്ലേ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കേണ്ടത് കാര്യങ്ങളൊക്കെ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഈ ഒരു ഐറ്റം മാത്രം മതി കേട്ടോ. നമുക്ക് നമ്മുടെ ഹെയർ നല്ല അടിപൊളിയായിട്ട് വളർത്താനും സ്മൂത്ത് ആയിരിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു ഐറ്റം മാത്രം മതി. അപ്പോൾ ഇതൊരു വൈറലായിട്ടുള്ള ഒരു പാക്കും കൂടിയാണ് കേട്ടോ. ഓൾമോസ്റ്റ് കുറേ പേര് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ. ഇതിൻ്റെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അടിപൊളി റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേയിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ പേര് അഖില എന്നാണ്, നമ്മുടെ ചാനലിൻ്റെ പേര് അഖി സിംപ്ലി വേൾഡ് എന്നാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഹെയർ കെയറിൻ്റെ ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ സ്കിൻ കെയറിൻ്റെ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ലൈഫ് റിലേറ്റഡ് വീഡിയോസ്, മേക്കപ്പ് വീഡിയോസ്, അങ്ങനെ കുറേ വീഡിയോസൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് കയറി കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ വേഗം നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആയിക്കോളാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇത് എങ്ങനെ ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതാ വെണ്ടയ്ക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 8 വെണ്ടയ്ക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഹെയറിന് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് എടുക്കുക. നിങ്ങൾ 8 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 8 എടുക്കാം, അല്ലെങ്കിൽ ഒരു 3 4 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് അതിൻ്റെ ജെല്ല് കിട്ടും കേട്ടോ. നമുക്ക് ഇതിന് എണ്ണക്കണക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അത് നല്ല രീതിക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ വലുതാക്കി അരിയാനായിട്ടും കൂടുതൽ ഇതേപോലെ ചെറുതാക്കി അരിയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കൂടുതൽ ജെല്ല് കിട്ടും നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ. അപ്പോൾ ഞാൻ അതേപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് ഞാനൊരു 2 ഗ്ലാസോളം വെള്ളം ഒഴിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹെയറിനനുസരിച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ. ഞാനിപ്പോൾ 2 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിനും നമ്മൾ കണക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഏകദേശം ഒരു കണക്കിന് എടുക്കുക. അങ്ങനെ ഇത് നല്ല രീതിക്ക് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. അങ്ങനെ നല്ല രീതിക്ക് തന്നെ ഒരു 10-15 മിനിറ്റോളം ഇത് നല്ല രീതിക്ക് തന്നെ തിളച്ചോട്ടെ കേട്ടോ. അപ്പോൾ തിളച്ച് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ജെല്ല് ഇങ്ങനെ വേറിട്ടിട്ട് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യം കേട്ടോ. അപ്പോൾ ഇത് നമ്മളിനി തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുക. നല്ല രീതിക്ക് തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ നല്ല രീതിക്ക് തണുത്തതിന് ശേഷം മിക്സിയിൽ ഇട്ടിട്ട് നല്ല രീതിക്ക് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നല്ല രീതിക്ക് തന്നെ അരച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇതേപോലെ എന്തെങ്കിലും തുണി ഉപയോഗിച്ചിട്ട് നമ്മൾ അരിച്ചെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും അതിൻ്റെ ആ ഒരു കട്ടയും കരടും എന്നൊക്കെ പറയില്ലേ, ആ കരടും കാര്യങ്ങളൊക്കെ നമ്മുടെ ഹെയറിലിരിക്കും. അത് വേണ്ട, നമുക്ക് ഒന്നുകൂടി എളുപ്പം ഇതേപോലെ അരിച്ചെടുത്തിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് കേട്ടോ. അങ്ങനെ ഞാൻ അത് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് തന്നെ അരിച്ചെടുക്കുക. അപ്പോൾ എന്തായാലും അരിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോകരുത് കേട്ടോ. അതിൻ്റെ ആ കരടും കാര്യങ്ങളൊന്നും നമ്മുടെ ഹെയറിന് ആവശ്യമില്ല. അത് വെറുതെ നമ്മുടെ ഹെയറിൽ ഇരുന്നിട്ട് അത് മഴക്കാലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും അത് നമ്മുടെ ഹെയറിൽ ഒട്ടിരിക്കുക. നമ്മുടെ ഈ ഒരു വെണ്ടയ്ക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി അല്ലേ. അപ്പോൾ ഭയങ്കരമായിട്ട് ഒട്ടിരിക്കാനും ബാഡ് സ്മെല്ല് വരാനൊക്കെ വളരെയധികം ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം തന്നെ ഇതേപോലെ നല്ല രീതിക്ക് തന്നെ നമ്മൾ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അത് നല്ല രീതിക്ക് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എടുക്കാൻ എളുപ്പത്തിനായിട്ട് ഞാൻ ഇതേപോലെ ഒരു ബൗളിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, എൻ്റെ ഹെയറിന് ഇതേ ഇത്രയും ആവശ്യമുണ്ട് കേട്ടോ. നിങ്ങളുടെ ഹെയറിന് ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. എൻ്റെ ഹെയറിന് ഇത്രയും ആവശ്യമുണ്ട്, അത് ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെണ്ടയ്ക്കയുടെയും വെള്ളത്തിൻ്റെയും ക്വാണ്ടിറ്റി ഒന്ന് കുറച്ചാൽ മതി കേട്ടോ. അങ്ങനെ ഞാൻ അതവിടെ ഫുള്ളായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ എന്ത് പാക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അല്പം ഹെയർ ഓയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹെയറിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും. ഹെയർ നല്ല ഡ്രൈ ആവില്ല. നമ്മുടെ സ്കാൽപ്പ് ആണെന്നുണ്ടെങ്കിലും ഹെയർ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കില്ല. ഡ്രൈ ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെണ്ണയാണ് യൂസ് ചെയ്യണത് അത് അല്പം യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിവിടെ ഞാൻ യൂസ് ചെയ്യുന്ന എണ്ണ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് ഇതാ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാക്ക് ഇടാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുക. ഒരു ജെല്ലി കൺസിസ്റ്റൻസി, നല്ല ജെല്ലി അല്ല, ഒരു എന്താ പറയുക, നമുക്ക് അപ്ലൈ ചെയ്യാൻ എളുപ്പമായിരിക്കും. ജെല്ലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പകുതി മുടിയിലും പകുതി താഴത്തും അങ്ങനെയൊക്കെ ആയിട്ടാവും ഇരിക്കുന്നുണ്ടാവുക. പക്ഷേ ഇത് നമുക്ക് പെട്ടെന്ന് നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഹെയറിൽ കാണിച്ചു തരാം. നമ്മൾ സ്കാൽപ്പിലൊക്കെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്കാൽപ്പിൽ മാത്രമല്ല, ഇവിടെ മുതൽ മുടിയുടെ തുമ്പ് വരെ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫ്രിസ്നെസ്സും അതേപോലെ തന്നെ ഡ്രൈനെസ്സൊക്കെ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് കാരണം തന്നെ നമ്മുടെ സ്കാൽപ്പ് മുതലേ മുടിയുടെ തുമ്പ് വരെ നല്ല രീതിക്ക് തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വിട്ടുപോയത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യട്ടെ കേട്ടോ. അപ്പം നമ്മുടെ ഹെയറിൽ ഇതേ ഫുള്ളായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ലെയറായിട്ട് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യും. നമ്മൾ ക്രീമൊക്കെ എന്തെങ്കിലും പാർലറിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടാവില്ലേ, ക്രീമൊക്കെ ഇങ്ങനെ ഓരോ ലെയറായിട്ട് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ നല്ല രീതിക്ക് എഫക്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ കുറച്ച് ലെയർ എടുത്തിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഓരോ ലെയറായി എടുത്തിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുക. അങ്ങനെ ലെയറായിട്ട് അപ്ലൈ ചെയ്യണത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയറിൽ എല്ലാ ഭാഗത്തേക്കും എത്തുകയും ചെയ്യും. മുടി നല്ല കറക്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ഡിഫറൻറ്റ് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ ഹെയർ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇതൊരു ജെല്ലി അല്ലേ, അപ്പോൾ ഒരു നല്ലൊരു സോഫ്റ്റ് ഫീൽ ഉണ്ടാവും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ തന്നെ കേട്ടോ. നമ്മൾ ഇട്ട് അപ്പോൾ തന്നെ ഭയങ്കരമായിട്ടൊരു സോഫ്റ്റ് നമ്മുടെ ഹെയറിന് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യണ സമയത്ത് നല്ല അപ്ലൈ ചെയ്യണം കേട്ടോ. ജസ്റ്റ് ഒന്ന് തൊട്ട് പോയിട്ട് കാര്യമില്ല, നല്ല അപ്ലൈ ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ താഴ്ത്തിക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കുക, ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കില്ലേ, അതേപോലെ ഇങ്ങനെ ചെയ്യുക കേട്ടോ. നമ്മുടെ ചുരുണ്ട മുടിയൊക്കെ നല്ല രീതിക്ക് സ്ട്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അത് കാരണം തന്നെ നമ്മൾ ഇങ്ങനെ ചുരുളിച്ച പോലെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ആവുള്ളൂ. പക്ഷെ നമ്മളിത് ചുരുണ്ട മുടിയൊക്കെ ഒന്ന് നേരെ ആവാനാണ് ചെയ്യുന്നത്. നല്ല രീതിക്ക് നമ്മൾ സ്ട്രൈറ്റ് ചെയ്ത് നല്ല ഹീറ്റ് ചെയ്ത പോലെ അത്രയ്ക്ക് അങ്ങോട്ട് നേരെ ആവില്ല, പക്ഷെ ഒരു പരിധി വരെ നമുക്കിത് നിവർത്താൻ പറ്റും. അപ്പം അത് ജസ്റ്റ് ഒന്നിങ്ങനെ താഴ്ത്തിക്ക് ഇങ്ങനെ ഇതാക്കി കൊടുക്കുക, ഇങ്ങനെ ഇറക്കി കൊടുക്കില്ലേ, അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ താഴ്ത്തിക്ക് ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുക. അങ്ങനെ ചെയ്യാൻ വിട്ടു വരുന്നത് കേട്ടോ. കണ്ടോ, അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പം മുടി തൊടുമ്പോൾ തന്നെ നല്ലൊരു സോഫ്റ്റ്, ഇതൊരു ജെൽ കൺസിസ്റ്റൻസി അല്ലേ, അപ്പോൾ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ടാവും നമ്മുടെ ഹെയർ. നമുക്ക് നോക്കി നോക്കാം ഇനി ഡ്രൈ ആയിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് റിസൾട്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ടോ ഫുള്ളായിട്ട് കാണാം. പിന്നെ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് വേഗം പോയിട്ടോ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇതേ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് ഒരു നാച്ചുറൽ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ആണ് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആകെ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എന്തായാലും റിസൾട്ട് കാണിക്കാം, അത് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക.
അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ഹെയർ കെട്ടി വെക്കുക, എന്നിട്ട് ഒരു 2 ഹവറെങ്കിലും നമ്മൾ ഹെയറിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. മിനിമം 1 ഹവറെങ്കിലും വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഇതൊരു ജെൽ കൺസിസ്റ്റൻസി അല്ലേ, ഒരു വാട്ടർ ജെൽ കൺസിസ്റ്റൻസി അല്ലേ, അത് കാരണം തന്നെ ഇത് ഒന്ന് ഡ്രൈ ആവണം, എന്നാലാണ് നമുക്ക് അതിൻ്റെതായ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ 1 മണിക്കൂറെങ്കിലും നമ്മുടെ 1-1.5 മണിക്കൂറെങ്കിലും നമ്മുടെ ഹെയറിൽ വെക്കുക. ഞാനൊരു 2 മണിക്കൂറിൽ കൂടുതലൊക്കെ വെക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിത് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയുക കേട്ടോ. ഷാമ്പും കണ്ടീഷണറും ഒന്നും ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ ഇത് പറഞ്ഞ ഒരു നാച്ചുറൽ കണ്ടീഷണറാണ്, അപ്പോൾ അത് കാരണം തന്നെ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. നമ്മളിത് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയുക. ഓക്കെ, അപ്പോൾ ഞാനിത് എന്തായാലും വാഷ് ചെയ്ത് കളഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. വാഷ് ചെയ്ത് അന്ന് തന്നെ നമുക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലാക്കാൻ പറ്റില്ല. ഞാൻ പിറ്റേ ദിവസമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ശരിക്കും ഭയങ്കരമായിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ട്, നല്ലൊരു റിസൾട്ടാണ് കേട്ടോ ഈ ഒരു പാക്ക് തരുന്നത്. എൻ്റെ ഹെയർ നല്ല ഡ്രൈ ഹെയർ ആണ്. അപ്പോൾ എനിക്ക് ഈ പാക്ക് ഇട്ടപ്പോൾ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയ പോലെ, നമ്മൾ നല്ലൊരു കണ്ടീഷണർ നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും ആ ഒരു ഫീലാണ് കേട്ടോ. ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള പോലെ ഉണ്ട്, നല്ലൊരു എന്താ പറയുക വേറിട്ട് കിടക്കുന്ന ഒരു ഹെയർ ആയിട്ടുണ്ടാവും കേട്ടോ. ഓൾറെഡി എൻ്റെ ഹെയർ ഒന്ന് തിക്കുള്ള ഹെയർ ആണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തപ്പോൾ ഒന്നും കൂടിയും തിക്കായ പോലുണ്ട് ഹെയർ. അപ്പോൾ തിക്കൊന്നും അധികം ഇല്ലാത്ത ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളി റിസൾട്ട് ആയിരിക്കും. നമ്മുടെ ഹെയർ നല്ല തിക്കായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മുടി പൊട്ടി പോകുന്നതും കൊഴിഞ്ഞു പോകുന്നതൊക്കെ ഈ ഒരു എന്താ പറയുക വെണ്ടയ്ക്ക ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ ഇതുവരെയായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. ഇനി ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസ് ഉണ്ടാവും നമ്മുടെ ചാനലിൽ. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ, സീ യു.